ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ. ഞാൻ ഇത്തവണ വന്നിരിക്കുന്നത് ഒരു കളിയടയ്ക്കുന്ന റെസിപ്പി ആയിട്ടാണ്. കളിയടയ്ക്കാന്ന് കണ്ണൂർക്കാരാണ് കളിയടയ്ക്കാന്ന് പറയുന്നത്. പിന്നെ ചീടാന്നും കൂടിയും ഇതിന് പേരുണ്ട് കേട്ടോ. അപ്പോൾ ഒരു ഓണക്കാല പലഹാരമാണിത്. കണ്ണൂർ സൈഡിലൊക്കെ ഓണക്കാലത്താണ് ഇത് ഉണ്ടാക്കുന്നത്. എപ്പോൾ വേണമെങ്കിലും ഉണ്ടാക്കാം. അപ്പോൾ ഒരു 2 കപ്പ് പൊടി ഉണ്ടെങ്കിൽ, 2 കപ്പ് അരിപ്പൊടി ഉണ്ടെങ്കിൽ കുറേ നാളത്തേക്കുള്ള ഒരു 4 മണി പലഹാരമായി. അപ്പോൾ വിരുന്നുകാർക്കൊക്കെ കൊടുക്കാനായിട്ടുള്ള അടിപൊളി സ്നാക്കാണ് കേട്ടോ അത്. അതുപോലെ കുട്ടികൾക്കൊക്കെ നല്ലതായിട്ട് ഇഷ്ടപ്പെടും. ആ കുട്ടികൾക്കും വലിയവർക്കൊക്കെ ഒരേപോലെ കഴിക്കാം. വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് തന്നെ മതി, ഒന്നും പുറത്ത് പോയി വാങ്ങിക്കേണ്ടി വരില്ല. അപ്പോൾ നമുക്കിതെങ്ങനെയാണ് വളരെ സിമ്പിളായിട്ട് ചെയ്യണമെന്ന് പെട്ടെന്ന് നോക്കിയിട്ട് വരാം കേട്ടോ. അതിനായിട്ട് ഞാൻ 1 കപ്പ് അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് കുറച്ച് ഉപ്പും ചേർത്ത് കൊടുത്ത് നമുക്ക് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ പൊടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് അപ്പത്തിനും ഇടിയപ്പത്തിനൊക്കെ എടുക്കുന്ന പൊടിയില്ലേ, ഇടിയപ്പത്തിന് എടുക്കുന്ന പൊടിയാണ് ഇതിൻ്റെ കറക്റ്റ് കേട്ടോ. അപ്പോൾ ഞാൻ 1 കപ്പാണ് എടുത്തിട്ടുള്ളത്. ഇപ്പോൾ 2 കപ്പൊക്കെ അരിപ്പൊടി എടുക്കുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആവശ്യത്തിൽ കൂടുതലുണ്ടാവും കേട്ടോ നമ്മളുടെ ഈ പലഹാരം. അപ്പം ഞാൻ ഉപ്പും ചേർത്ത് നമ്മളുടെ പൊടി നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ 1 സ്പൂൺ ജീരകം ഇട്ട് കൊടുക്കുന്നുണ്ട്. ജീരകം കൂടുതലൊന്നും ചേർക്കണ്ട കേട്ടോ. അതുപോലെ തന്നെ 1 സ്പൂൺ എള്ള് ഇട്ട് കൊടുക്കുന്നുണ്ട്. എള്ള് ഓപ്ഷനിലാണ് കേട്ടോ, വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. പിന്നെ നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ബട്ടർ അല്ലെങ്കിൽ നെയ്യ് ഞാൻ 2 സ്പൂൺ എടുത്തിട്ടുണ്ട്. ഇപ്പോൾ കൂടിപ്പോയാലും കുഴപ്പമൊന്നുമില്ല. ബട്ടർ ആണെങ്കിൽ 2 സ്പൂൺ. അപ്പോൾ കൂടിയാലും ഒട്ടും കുഴപ്പമില്ല കേട്ടോ, ടേസ്റ്റ് കൂടിയേ ഉള്ളൂ. അപ്പോൾ നെയ്യും ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം നമുക്ക്. അപ്പോൾ നെയ്യും ജീരകവും എള്ളും കൂടി നമ്മുടെ പൊടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇനി നമ്മൾ ഈ പൊടി കുഴച്ചെടുക്കുന്നത് നല്ല ചൂടുവെള്ളത്തിലാണ്. അപ്പോൾ അതിനായിട്ട് ഞാൻ 1 കപ്പ് വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ 1 കപ്പ് പൊടിക്ക് 1 കപ്പ് സെയിം അളവിൽ തന്നെ വെള്ളം എടുക്കുക. അപ്പോൾ വെള്ളം തിളച്ചതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ഒഴിച്ച് നന്നായിട്ട് കുഴച്ചെടുക്കാം. ഇടിയപ്പത്തിൻ്റെ പാകത്തിനൊക്കെ കുഴച്ചെടുക്കാം. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ എല്ലാ പൊടി വാട്ടിയെടുക്കണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ നെയ്യ് ഒഴിച്ച് അതിൽ ഈ ജീരകവും എള്ളും എല്ലാം ചേർത്തിട്ട് പിന്നെ വെള്ളം ഒഴിച്ചിട്ട് അതിൽ വാട്ടിയെടുക്കാൻ പൊടി, അങ്ങനെയും ചെയ്യാം. ഇപ്പോൾ ഇങ്ങനെയും ചെയ്താലും കുഴപ്പമൊന്നുമില്ല. നമ്മൾ ഇടിയപ്പത്തിന് കുഴച്ചെടുക്കുന്ന പോലെ അങ്ങനെ അങ്ങ് കുഴച്ചെടുത്താൽ മതി. അപ്പോൾ നമുക്ക് വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അത് തിളച്ചോ നോക്കാം. അപ്പോൾ ഞാൻ വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് തിളച്ച് വരുന്നുണ്ട്. 1 കപ്പ് വെള്ളമാണ് എടുത്തിട്ടുള്ളത്. അത് തിളച്ച് വരുന്നുണ്ട്. നമുക്കിത് നമ്മുടെ പൊടിയിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ തിളച്ച വെള്ളം 1 കപ്പ് തന്നെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നമുക്കിതൊന്ന് കുഴച്ചെടുത്തിട്ട് വരാം. അപ്പോൾ നല്ലോണം ചൂടാറി, കുഴയ്ക്കാൻ പാകത്തിന് ചൂടാറിയതിന് ശേഷം നമുക്ക് കുഴച്ചെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ പൊടിയെല്ലാം ഇതുപോലെ ഞാൻ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇടിയപ്പത്തിനൊക്കെ കുഴയ്ക്കുന്ന പോലെ ഞാൻ കുഴച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇത് ചെറിയ ചെറിയ ഉരുളകളാക്കി എടുക്കാം. എത്രത്തോളം ചെറുതാക്കാൻ പറ്റുമോ അത്രത്തോളം ചെറിയ ഉരുളകളാക്കാം. അപ്പോൾ ഇങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞ് ഉരുളകളാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ കളിയോടയ്ക്ക് ഇതേ ഷേപ്പിൽ ഞാൻ ഉരുട്ടി എടുത്തിട്ടുണ്ട്. ഒരേ അളവിൽ ഉരുട്ടിയെടുക്കാനായിട്ട് ഞാൻ ഇങ്ങനെയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ ഷേപ്പിലാക്കി വെച്ചിട്ട് ഇതിൽ നിന്ന് കുറച്ച് എടുത്തിട്ട് ഉരുട്ടിയെടുക്കുക. അപ്പോൾ ഇതിൽ നിന്ന് ഇങ്ങനെ കുറച്ചെടുത്തിട്ട് നമുക്ക് ഉരുട്ടിയെടുക്കാൻ എളുപ്പമായിരിക്കും. അപ്പോൾ ഇങ്ങനെ ഒരു ഷേപ്പിലാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ കുറച്ച് ഞാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനത് നിങ്ങൾക്ക് എളുപ്പത്തിന് ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞു തന്നുള്ളൂ. അപ്പോൾ ഇങ്ങനെ ഒരു ഷേപ്പിലാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ഒരേ അളവിൽ നമുക്ക് കിട്ടും. അപ്പോൾ നമുക്കിതെല്ലാം ഉരുട്ടിയെടുത്തിട്ട് വരാം. അപ്പോൾ നമ്മൾ എല്ലാം ഇതുപോലെ ഉരുട്ടിയെടുത്തിട്ടുണ്ട്. അപ്പോൾ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാനൊരു ചട്ടി അടുപ്പത്ത് വെച്ച് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എണ്ണ ചൂടാകുമ്പോൾ നമുക്കിത് വറുത്തെടുക്കാം. അപ്പോൾ ഞാനിത് എത്രത്തോളം ചെറുതാക്കാൻ പറ്റുമോ അത്രത്തോളം ചെറുതാക്കിയിട്ടുണ്ട്. അപ്പോൾ വളരെ ചെറുതാക്കി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത്രയും നല്ലത്. എനിക്ക് പറ്റുന്ന അത്രയും ഞാൻ പരമാവധി ചെറുതാക്കി ഉരുട്ടിയെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ എണ്ണ നന്നായി ചൂടായിട്ടുണ്ട്. നമുക്കിത് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇട്ട് കൊടുക്കുന്ന സമയത്ത് നമുക്ക് ഹൈ ഫ്ലെയിമിൽ തന്നെ വെക്കാം. അപ്പോൾ ഇട്ട് കൊടുത്തപ്പോൾ തന്നെ നമ്മൾ ഇളക്കരുത്. ഒരു മിനിറ്റിന് ശേഷം മാത്രം നമുക്ക് ഇട്ട് കൊടുത്ത് 1 മിനിറ്റിന് ശേഷം നമുക്കിത് ഇളക്കിയാൽ മതി. അപ്പോൾ ഇട്ട് കൊടുത്ത് 1 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റാം കേട്ടോ. അപ്പോൾ 1 മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഞാനതൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇട്ടപ്പോൾ തന്നെ നമ്മൾ ഇളക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് പൊട്ടിപ്പോരും. അപ്പോൾ നമ്മുടെ കളിയടയ്ക്ക് റെഡിയായി വരുന്നുണ്ട്. നമുക്ക് വല്ലാണ്ട് ബ്രൗണിഷ് കളർ ആവണ്ട, ഒരു മീഡിയം ബ്രൗണിഷ് കളർ ആവുമ്പോൾ നമുക്കിത് എടുക്കാം കേട്ടോ. വളരെ സിമ്പിളല്ലേ ഉണ്ടാക്കാനായിട്ട്.
അപ്പോൾ ഇത് ഉണ്ടാക്കാനായിട്ട് ഇപ്പോൾ പുറത്തുനിന്ന് വേറെ ഒന്നും വാങ്ങിക്കേണ്ട, നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് അരിപ്പൊടിയും ജീരകവും ഇച്ചിരി നെയ്യും ഉണ്ടെങ്കിൽ നമുക്ക് വേഗം ഉണ്ടാക്കിയെടുക്കാൻ. അതുപോലെ തന്നെ കുട്ടികൾക്കൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടും. കുട്ടികൾക്കും വലിയവർക്കും ഒക്കെ ഒരുപോലെ കഴിക്കാൻ പറ്റാവുന്ന ഒരു പലഹാരമാണത്. ഒരു ട്രഡീഷണൽ ആയിട്ടുള്ളൊരു പലഹാരം കൂടിയിട്ടാണ്. ഇതാ നമ്മളുടെ കളിയടയ്ക്ക റെഡി ആയിട്ടുണ്ട്. ഇതാ ഈ പരുവത്തിലാണ് നമ്മൾ കോരി എടുക്കുന്നത്. ഈ കളർ ആവുമ്പോഴത്തേക്കും നമുക്ക് കോരിയെടുക്കാം. അപ്പോൾ അധികം ഇട്ട് കഴിഞ്ഞാൽ മൂത്ത് പോയിട്ടുണ്ടെങ്കിൽ കടിക്കാനൊക്കെ ഭയങ്കര പാടാവും. ഇപ്പം ഈ പരുവത്തിൽ എടുക്കുമ്പോൾ നമുക്ക് കുട്ടികൾക്കൊക്കെ വേഗം കടിച്ച് കഴിക്കാനായിട്ട് പറ്റും. നല്ല കറുമുറ കട്ടൻ ചായയുടെ ഒക്കെ കൂടെ കഴിക്കാൻ നല്ല അടിപൊളി സ്നാക്കാണ് കേട്ടോ. അപ്പോൾ നമുക്കിതെല്ലാനും കോരി എടുത്തിട്ട് വരാം. അപ്പം ഞാൻ ഇതെല്ലാം എടുത്തിട്ടുണ്ട്. ഇനി ബാക്കിയുള്ളതും കൂടി നമുക്കിതുപോലെ വറുത്തെടുക്കാം. അപ്പം നമ്മൾ ബാക്കിയുള്ളതും കൂടി ഇതാ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം ഇതാ ബാക്കിയുള്ളതും കൂടി ഞാൻ ഇതേപോലെ വറുത്തെടുത്തിട്ടുണ്ട്. അപ്പം നമ്മളുടെ കളിയടയ്ക്ക അവിടെ റെഡി ആയിട്ടുണ്ട്. കറുമുറി കടിക്കാനുള്ള ഒരു അടിപൊളി 4 മണി പലഹാരമാണ്. അപ്പോൾ ഒരു 2 കപ്പ് പൊടി, ഇപ്പോൾ 1 കപ്പ് പൊടി കൊണ്ട് ഇത്ര തന്നെ ഉണ്ട്. അപ്പോൾ ഒരു 2 കപ്പ് പൊടി ഉണ്ടെങ്കിൽ കുറേ നാളത്തേക്കുള്ള ഒരു 4 മണി പലഹാരമായി. പിന്നെ വിരുന്നുകാർക്കൊക്കെ കൊടുക്കാൻ പറ്റുന്ന അടിപൊളി ഒരു പലഹാരമാണത്. നല്ല ക്രിസ്പിയാണ്, പക്ഷെ ചെറിയ കുട്ടികൾക്കൊക്കെ കഴിക്കാനും പറ്റും. ക്രിസ്പിയാണ്, അതുപോലെ തന്നെ നമുക്ക് പെട്ടെന്ന് കടിച്ച് കഴിക്കാൻ പറ്റും. അധികം മുറുക്കൊന്നുമില്ല. അപ്പോൾ ഈ കളറിൽ എടുത്താൽ മതി. അതുപോലെ തന്നെ നമ്മൾ ഇട്ട് കൊടുക്കുമ്പോൾ ഹൈ ഫ്ലെയിമിൽ തന്നെ നമ്മൾ ഇട്ട് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് വറുത്തെടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മുടെ വളരെ സിമ്പിളും അതുപോലുള്ള ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ കളിയോടയ്ക്ക എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അറിയാത്തവർക്കായിട്ട് ഷെയർ ചെയ്യുക. അടുത്താണ് നല്ലൊരു റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടും ഹെൽത്തി ആയിട്ടും സേഫ് ആയിട്ടൊക്കെ ഇരിക്കുക കേട്ടോ. ടേക്ക് കെയർ ഫ്രണ്ട്സ്, ബൈ.